നമ്മുടെ ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരു സന്തോഷ വാർത്തയായിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. വേറെ ഒന്നല്ല, നമ്മുടെ ചാനൽ ഇന്നലെ എന്ന് വെച്ചാൽ 21-ാം തീയതി, ജൂൺ 21-ാം തീയതി 1000 സബ്സ്ക്രൈബേഴ്സ് പിന്നിട്ടിരിക്കുന്നു. ഏറെ സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഈ ജേണി ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ ആദ്യ ടാർഗറ്റ് യൂട്യൂബിൽ 1000 സബ്സ്ക്രൈബേഴ്സാണ്. നമ്മൾ അത് നേടിയെടുത്തിരിക്കുന്നു. വെറും ഒരു മാസവും 14 ദിവസം കൊണ്ടാണ് നമ്മൾ, 1.5 മാസം തികച്ചായിട്ടില്ല, ഒരു മാസവും 14 ദിവസം കൊണ്ടാണ് നമ്മൾ ഈ 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന ഒരു ചെറിയ മല നമ്മൾ കടന്നിരിക്കുകയാണ്. അതിൽ നിങ്ങൾ ഏവരും തന്ന ഒരു സപ്പോർട്ടിന് ആദ്യമേ തന്നെ നന്ദി പറയാണ്. നിങ്ങളില്ലെങ്കിൽ ഞാനും ഇല്ല, എൻ്റെ യൂട്യൂബ് ചാനലും ഇല്ല. അപ്പൊ നമ്മൾ ഈ സ്പോർട്സ് ടോക്ക് വിത്ത് അനിൽ എന്ന ഈ ചാനലിൽ നമ്മുടെ ഒരു ആശയം ക്രിക്കറ്റും ഫുട്ബോളും എങ്ങനെ മനോഹരമായി വ്യത്യസ്തമായ രീതിയിൽ കൂടുതൽ അപ്ഡേറ്റുകൾ, അതുപോലെ വ്യത്യസ്തമായ സ്റ്റോറീസ്, അതൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതിന്റെ സപ്പോർട്ട് നിങ്ങൾ എനിക്ക് തിരിച്ചു തരുന്നതെന്ന് അറിഞ്ഞത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് പിന്നിട്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം ഒരു ചുവട് വെച്ചിരിക്കുന്നു. ഇനിയും ചുവടുകൾ ഇഷ്ടം പോലെ നമുക്ക് വെക്കാനുണ്ട്. ഇനിയിപ്പോ ഞാൻ പറയാം, അവസാനം ഒരു 10 ദിവസമായിട്ട് നല്ല രീതിയിലാണ് ഷോർട്സ് ആയിക്കോട്ടെ, നമ്മുടെ എല്ലാം നല്ല രീതിയിൽ വ്യൂസ് പോകുന്നുണ്ട്. നമ്മുടെ ഒരു ഷോർട്ടൊക്കെ ഇപ്പൊ ഏകദേശം 40,000+ വ്യൂ പോയിട്ടുണ്ട്. അതുപോലെ മിന്നാന്ന് അപ്ലോഡ് ചെയ്ത ഒരു ഷോർട്സ്, എന്താ പറയാ, നമ്മളൊരു പെലേരെയും മറഡോണയുടെയും പ്ലാറ്റിനിയുടെ ഒരു സ്റ്റോറി ഒക്കെ ചെയ്തിരുന്നു. ആ ഷോർട്സ് ഇപ്പോൾ 10,000+ വ്യൂ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഷോർട്സ്. അപ്പൊ നമ്മളിപ്പോ ചെറിയ രീതിയിൽ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സംഭവം വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് വീഡിയോസും കൂടിയും ഒരുമിച്ച് കൊണ്ടുപോയാലാണ് നമ്മുടെ ഈ ചാനലിന് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മുമ്പ് യൂട്യൂബേഴ്സ് ആയിരുന്നവരോടൊക്കെ ചോദിച്ച് വിലയിരുത്തിയിട്ടാണ് നമ്മൾ ആദ്യം ഷോർട്സ് ചെയ്തു തുടങ്ങിയത്. അതിലൂടെ നിങ്ങളിലേക്ക് എത്തുക എന്നതായിരുന്നു നമ്മുടെ ആദ്യ ടാർഗറ്റ്. നമ്മൾ അതിൽ ആദ്യ കടമ്പ വിജയിച്ചിരിക്കുകയാണ്. 1000 സബ്സ്ക്രൈബേഴ്സ് നമ്മളായി. ഇനി അടുത്ത കടമ്പ എന്ന് പറഞ്ഞ വീഡിയോസ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. ഷോർട്സും ഒപ്പം തന്നെ അപ്ലോഡ് ചെയ്യും, അതിന്റെ ഒപ്പം തന്നെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഷോർട്സ് മാത്രം കണ്ടുപോകരുത്, നമ്മുടെ ചാനലിലെടുത്ത് വീഡിയോസും കൂടി കാണാൻ ശ്രമിക്കുക. എന്താ പറയാ, നമുക്ക് ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ നമ്മളെ പറയാവുന്നതാണ്. നമ്മൾ ഒരു കമന്റ് പോലും ഡിലീറ്റ് ചെയ്യുകയോ അസഭ്യം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ നമ്മൾ ഡിലീറ്റ് ചെയ്യാറുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ഒരു കമന്റ് പോലും, നമ്മളെ ചില സമയത്ത് നമുക്ക് മിസ്റ്റേക്സ് വരുമ്പോൾ ചൂണ്ടിക്കാണിക്കാറുണ്ട് കമന്റിൽ. നമ്മൾ ഒരിക്കലും അത് ഡിലീറ്റും ചെയ്യില്ല, അതിന് റീപ്ലൈ കൊടുക്കും. താങ്ക് യു ബ്രോ അല്ലെങ്കിൽ താങ്ക് യു സിസ് എന്ന് പറഞ്ഞ് നമ്മൾ റീപ്ലൈ കൊടുക്കും. കാരണം നമ്മുടെ തെറ്റുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് കമന്റ് ഇടുന്നവരെ നമ്മൾ എന്തായാലും സപ്പോർട്ട് ചെയ്യും. കാരണം നമുക്ക് മിസ്റ്റേക്ക് പറ്റാം, നമ്മൾ മനുഷ്യരാണല്ലോ. അപ്പോ ആ സമയത്ത് നിങ്ങളൊരു കമന്റ് ഇട്ട് തന്നെ നമ്മൾ അതിന് റീപ്ലൈ എന്തായാലും തന്നിരിക്കും. അതിന് മാത്രമല്ല, ആരൊക്കെ എന്തൊക്കെ കമന്റ് ഇട്ടാലും എല്ലാത്തിനും ഇതേവരെ ഞാൻ റീപ്ലൈ കൊടുത്തിട്ടുണ്ടാവും. ഇനി എങ്ങനെ അപൂർവം 1-2 കമന്റുകൾ വിട്ടുപോയിട്ടുണ്ടാവാം. അല്ലാത്ത പക്ഷെ എല്ലാ കമന്റുകൾക്കും ഞാൻ റീപ്ലൈ കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെ എന്റെ ഉറപ്പാണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. എല്ലാ കമന്റിനും നമ്മൾ റീപ്ലൈ കൊടുക്കാറുണ്ട്. ചില കമന്റുകൾ നമ്മൾ വിമർശിച്ച് വരാറുണ്ട്. നമ്മൾ ആ വിമർശനമൊക്കെ ഉൾക്കൊള്ളുന്നു, നമ്മുടെ ഹൃദയത്തിലേക്ക് എടുക്കുന്നു. കാരണം വിമർശനങ്ങളില്ലാതെ ഈ യൂട്യൂബ് ചാനൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ നമ്മൾ ആദ്യം ഫാൻ ബേസിലല്ല ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ബ്രസീൽ ആയിക്കോട്ടെ, അർജന്റീന ആയിക്കോട്ടെ, പോർച്ചുഗൽ ആയിക്കോട്ടെ, സ്പെയിൻ ആയിക്കോട്ടെ, ഫ്രാൻസ് ആയിക്കോട്ടെ, വേൾഡ് കപ്പിലും നമ്മൾ ആരും ഒരു ടീമിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല. പേഴ്സണലി ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചില ടീമിനെ, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ അത് വീഡിയോയിലോ നമ്മുടെ യൂട്യൂബ് ചാനലിലോ ഒരു വിധത്തിലും അത് എഫക്ട് ചെയ്യില്ല. കാരണം നമ്മൾ എല്ലാ ടീമിനും ഈക്വൽ ആയിട്ടാണ് യൂട്യൂബ് ചാനലിൽ കാണുന്നത്. എല്ലാ ടീമിന്റെ ന്യൂസ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അല്ലാണ്ട് ഒരു ടീമിനെ മാത്രം ആശ്രയിച്ചിട്ടല്ല നമ്മൾ യൂട്യൂബ് ചാനലിൽ പോണത്. നിങ്ങൾ പ്രത്യേകം അറിയിക്കുന്നു. പിന്നെ ഇപ്പൊ കുറച്ച് വീഡിയോസ് അധികം ഫുട്ബോളിനെ കുറിച്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് വേറെ ഒന്നുകൊണ്ടല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ ഫിഫ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൂടുതൽ മുൻതൂക്കവും ആൾക്കാർക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഇപ്പൊ ഈ ഒരു മാസക്കാലം ഫുട്ബോൾ ആയതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഷോർട്സ് എല്ലാം ഫുട്ബോളുമായി റിലേറ്റഡ് ഇപ്പൊ ചെയ്യുന്നത്. അതുപോലെ തന്നെ വലിയ വലിയ മത്സരങ്ങളൊന്നും ഇപ്പൊ നടക്കുന്നില്ല ക്രിക്കറ്റിൽ. ഇനിയിപ്പോ T20 സീരീസ് വരാൻ കിടക്കുന്നു, ഇന്ത്യ അയർലൻഡും ഇന്ത്യ ഇംഗ്ലണ്ടും. അതൊക്കെ വരുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ആ മാച്ച് അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇപ്പൊ സത്യം പറഞ്ഞാൽ വുമൺസ് വേൾഡ് കപ്പ് മാത്രമാണ് നടക്കുന്നത്. അതിന്റെ വീഡിയോസ് നമ്മൾ ഇടയ്ക്ക് ചെയ്തിടാറുണ്ട്. പക്ഷെ നമ്മളത് സ്ഥിരമായിട്ട് ഇപ്പോ എന്താ പറയുക, ഗ്രൂപ്പ് സ്റ്റേജ് ആയതുകൊണ്ട് ചെറിയ ചെറിയ ടീമുകളായിട്ടാണ് ഇന്ത്യ കളിക്കുന്നത്. ഇന്ത്യ എല്ലാം ജയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അധികം അതിനെക്കുറിച്ച് വീഡിയോ ഇടാത്ത. കാരണം നമ്മൾ ഓൾറെഡി എല്ലാവരും അറിഞ്ഞ കാര്യങ്ങൾ. നല്ല ടീമുകളായിട്ടുള്ള മത്സരം വരുമ്പോൾ ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ വുമൻസ്, അതൊരു മികച്ച മത്സരമായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കൃത്യ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ക്രിക്കറ്റ് ആരാധകരെ നിങ്ങൾ ശാന്തരാകുകയും ഈ ഒരു മാസം നമ്മൾ ഇത്തിരി കൂടുതൽ ഫുട്ബോളിന് പ്രാധാന്യം കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈക്വൽ ആയിട്ട് ഫുട്ബോളും ക്രിക്കറ്റും കൊണ്ടുപോകുന്ന ഉള്ള കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. IPL സീസണിന്റെ നമ്മൾ മൊത്തം ക്രിക്കറ്റാണ് ചെയ്തിരുന്നത്, ഫുട്ബോൾ എന്ന് കുറവായിരുന്നു. അതും ക്രിക്കറ്റ് ഫാൻസ് ആലോചിക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ഇനി നിങ്ങളുടെ എല്ലാവരും ഒരു സപ്പോർട്ടിന് നന്ദി പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പൊ പിന്നെ കുറെ പേര് എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ആയാലൊക്കെ എനിക്കൊരു മൈക്ക് മേടിച്ചോടെ എന്നൊരു ചോദ്യം ചോദിച്ചു. എനിക്ക് അവരോട് ഒന്നേ പറയാനുള്ളൂ, എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, നമ്മൾ മൂന്നിലും നമുക്ക് ID ഉണ്ട്.
ഇത് മൂന്നും നല്ല രീതിയിൽ ഇപ്പൊ മുന്നോട്ട് പോകുന്നുണ്ട്. നല്ല റീച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ഇത് മോണിറ്റൈസ് ആയിട്ട് നമുക്കൊരു ചെറിയൊരു വരുമാനം കിട്ടുകയാണെങ്കിൽ ആദ്യം നമ്മൾ മേടിക്കാൻ പോകുന്നത് മൈക്കായിരിക്കും എന്ന കാര്യം നിങ്ങൾ അറിയിക്കുകയാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ്ട് എങ്ങനെ ഹാർവെസ്റ്റ് ചെയ്യാം, ആ ഒരു സെറ്റപ്പാണ് ഞാൻ പ്ലാൻ ചെയ്യണത്. നമ്മൾ നോക്കാണ്, ട്രൈ ആണ് നമ്മള്. നമുക്ക് ഈ നിലയ്ക്ക് പോവാണെങ്കിൽ നല്ല രീതിയിൽ ഇപ്പൊ പോകുന്നുണ്ട്. നമുക്ക് അധികം വൈകാതെ തന്നെ മോണിറ്റൈസ് ആവാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ വെയിറ്റിങ്ങിലാണ് അതിനു വേണ്ടി. യൂട്യൂബിൽ കുറച്ച് കടമ്പ അധികം ഉണ്ട് അത് കിടക്കാൻ. ഫേസ്ബുക്കിൽ നമ്മൾ ഏകദേശം അതിന്റെ പടിക്കൽ എത്തിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നല്ല രീതിയിൽ ഇപ്പോൾ റീച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഒരു സപ്പോർട്ട് തുടർന്ന് നമുക്ക് ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ സ്പോർട്സ് ടോക്ക് വിത്ത് അനിൽ എന്നും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. നിങ്ങളാണ് നമ്മുടെ, എന്താ പറയാ, നിങ്ങൾ ജനങ്ങളാണ് നമ്മുടെ രാജാവ്. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെറും ഒരു, എന്താ പറയാ, സോൾജിയർ, ഒരു കൃത്യം മാത്രമാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങളാണ് രാജാക്കന്മാര്, ജനങ്ങളാണ് യൂട്യൂബ് ചാനലുകാരെ വളർത്തേണ്ടത്. അപ്പോൾ നമ്മുടെ തെറ്റുകൾ കുറവുകളെല്ലാം കൃത്യമായി നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോ, നമ്മൾ അതിനെല്ലാത്തിനും നിങ്ങളിലേക്ക്, എന്താ പറയാ, പരിഹാരമായി തിരിച്ചെത്തിയിരിക്കുന്നതായിരിക്കും.